നമസ്കാരം. CPM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകാൻ പോകുന്ന കൊല്ലം ജില്ലയിൽ CPMൽ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദി ആയതുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളനം എത്രയും പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ആ ജില്ലാ സമ്മേളനത്തിന് മുമ്പ് കൊല്ലം ജില്ലയിലെ തന്നെ പല ലോക്കൽ കമ്മിറ്റികളുടെ കീഴിലും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിലും ഉണ്ടായ കടുത്ത വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ തെരുവിൽ തമ്മിലടിച്ചത് നാം കണ്ടതാണ്. ഇപ്പോൾ നാം ഇവിടെ പറയുന്നത് അതായത് കൊല്ലം ജില്ലയോട് അടുത്ത് നിൽക്കുന്ന കൊട്ടാരക്കരയിൽ ഒരു സമയത്ത് പാർട്ടിക്ക് കൊട്ടാരക്കര അതായത് UDFലെ കിരീടമില്ലാത്ത രാജാവായിരുന്ന R. ബാലകൃഷ്ണപിള്ള, കീഴൂട്ട് രാമൻപിള്ളയുടെ മകൻ R. ബാലകൃഷ്ണപിള്ള എന്ന കിരീടമില്ലാത്ത രാജാവ് കൈയടക്കി വെച്ചിരുന്ന കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി എന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയെ CPM നിർത്തി അവരെ നിർത്തി അവർ ആദ്യ കന്നി അംഗത്തിൽ തന്നെ 12,000-ലധികം വോട്ടിന് ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ മലർത്തിയടിച്ചു. തുടർന്ന് ഉള്ള കൊട്ടാരക്കരയിൽ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതേയുള്ളൂ. മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം ഒത്തുനിന്ന ഐഷ പോറ്റി CPM വിടാനൊരുങ്ങുന്നു, CPMൽ നിന്ന് മാറി നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഐഷ പോറ്റിക്കെതിരെ ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഐഷ പോറ്റിയെ 3 തവണ മത്സരിച്ചു എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയെങ്കിലും അവരെ മാറ്റിയ ശേഷം ഇപ്പോൾ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് പദവിയിൽ ധനകാര്യമന്ത്രിയായ ബാലഗോപാലിനെയാണ് അവിടെ നിർത്തിയത്. ബാലഗോപാൽ മന്ത്രിസഭയിൽ ധനകാര്യം തികഞ്ഞ പരാജയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഐഷ പോറ്റിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇടയ്ക്കൊന്ന് ബാലഗോപാലിലേക്ക് കൂടെ ഒന്ന് വന്നോട്ടെ. അതായത് ബാലഗോപാൽ എന്ന മന്ത്രി നാം ഒരു പ്രോഗ്രസ് കാർഡ് രണ്ടാം പിണറായി മന്ത്രിസഭയെക്കുറിച്ച് ഒരു പ്രോഗ്രസ് കാർഡ് ഇടുകയാണെങ്കിൽ 10-ൽ 3 മാർക്കിനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് ബാലഗോപാൽ. അതായത് നിരവധി കരിങ്കൽ കോറി മുതലാളിയാണ് ബാലഗോപാൽ. ഒരു വലിയ ധനിക കുടുംബത്തിലെ അംഗമാണ് ബാലഗോപാൽ. കൊട്ടാരക്കര നിർത്തി ബാലഗോപാലിനെ ജയിപ്പിക്കേണ്ടത് പിണറായി പക്ഷത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. കാര്യം കൊല്ലത്തെ പാർട്ടിയുടെ നിരവധി കാര്യങ്ങൾക്ക് പണം ചെലവാക്കണമെങ്കിൽ കോറി മുതലാളിമാരുടെ കാശ് ഇറങ്ങണം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ബാലഗോപാലിനെ പാർട്ടിക്കകത്ത് വീണ്ടും സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് ബാലഗോപാൽ ഇപ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രിയായി തികഞ്ഞ പരാജയമാണ്. എങ്കിലും ബാലഗോപാലിനെ വാഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവിടുത്തെ ഇത്തരം കോറി മുതലാളിമാരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പോലെ CPMൽ ഒരു കാലത്തും CPMൻ്റെ അംഗമാകാൻ യോഗ്യതയില്ലാത്ത ഒരു കൂട്ടം പേരുടെ പിൻബലത്തോടെ ഈ ഐഷ പോറ്റിയെ പാർട്ടി വിരുദ്ധ പരിപാടികൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാക്കഥയുണ്ടാക്കി അവരെ വല്ലാതെ കോർണർ ചെയ്തു. ബാലഗോപാലിന് ഭരണരംഗത്ത് മികവ് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കൊട്ടാരക്കരയിൽ അദ്ദേഹം ജയിച്ചത് വെറും തുച്ഛമായ വോട്ടിനാണ്. അവിടെ ഐഷ പോറ്റി ജയിച്ചത് വളരെ മികച്ചൊരു ഭൂരിപക്ഷത്തിലാണ്. ഓരോ തവണയും ഭൂരിപക്ഷമാണ് വർദ്ധിപ്പിച്ചത്. അത് ബാലകൃഷ്ണപിള്ളയെ തോപ്പിക്കുന്നു. ബാലകൃഷ്ണപിള്ളയെ തോപ്പിക്കുക കൊട്ടാരക്കര നിസ്സാര കാര്യമല്ല. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയിൽ ഇത്തരത്തിൽ ബാലഗോപാൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുള്ള നൈപുണ്യത്തെക്കാൾ ഉപരി അദ്ദേഹം ജയിച്ചു വന്ന കൊട്ടാരക്കര ഇത്തരത്തിൽ ഈ ഐഷ പോറ്റിയെ ഒതുക്കി നിർത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ പാരാവാരങ്ങളും ശ്രമിക്കുന്നത് വളരെ മ്ലേച്ഛമായ ഒരു കാര്യമാണ്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ബാലഗോപാൽ എന്ന മന്ത്രിക്ക് ഭരണത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഒരു നോട്ടമില്ല. അദ്ദേഹം തീർത്തും ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് വിഭാഗീയതയുടെ അങ്ങേ അറ്റമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത് CPMന് മാത്രം അവകാശപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് കൈവിട്ടു പോകും എന്ന് കരുതുന്ന സീറ്റുകൾ തിരിച്ചു പിടിക്കാനായി അവർ ഓരോരുത്തരെ രംഗത്തിറക്കും. അങ്ങനെ രംഗത്തിറക്കി അവർ ആ സീറ്റ് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ പഴയതുപോലെ തങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടത്താൻ പറ്റാതെ വരുമ്പോഴാണ് CPM ഇത്തരത്തിൽ വീണ്ടും അവരുടെ നെറികെട്ട കളിയിലേക്ക് വരുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഐഷ പോറ്റി ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാം. അതായത് ജില്ലാ സെക്രട്ടറിയെ കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞു, കടുത്ത വിഭാഗീയതയിൽ അഡ്ഹോക് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, കരുനാഗപ്പള്ളിയിലുമൊക്കെ ഉണ്ടാക്കി, വസന്തൻ തുടങ്ങിയവരെയൊക്കെ മാറ്റി നിർത്തി, സൂസൻ കോടിയെയൊക്കെ മാറ്റി നിർത്തി. ഇപ്പോൾ പാർട്ടി ശരിക്കും ഒരു വേള പാർട്ടി ഭയക്കുന്നുണ്ട് ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഒരു സമാന്തര സമ്മേളനം CPMൻ്റെ അഭിതകാംക്ഷികൾ, CPMനെ സ്നേഹിക്കുന്നവർ നടത്തുമോ? അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചരിത്രത്തിൽ CPMനുണ്ടാകാൻ പോകുന്ന
ഏറ്റവും വലിയൊരു തോൽവിയും അപജയവുമായിരിക്കും. അപ്പോൾ നാം പറഞ്ഞു വന്നത്, ഒരു നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ തിരിച്ചു പിടിക്കാനായി ഇതുപോലെ ഐഷ പോറ്റിയെ പോലെ നിരവധി പേരെ കൊണ്ടുവന്ന് രംഗത്തിറക്കിയിട്ട് അവരെ എല്ലാം കൊണ്ട് കാര്യം നേടിക്കഴിയുമ്പോൾ പഴയ കുരുടി കഥക് തുറേ എന്ന് പറയുന്നത് പോലെ അവരുടെ കൈയിട്ട് വാരലും കോറി മാഫിയയും അല്ലാതെയുള്ള ബന്ധങ്ങളും ഒക്കെ ചെയ്യുന്നതിന് തടസ്സമാകുന്നവരെയൊക്കെ അവർക്ക് ബന്ധങ്ങൾ മറ്റു വർഗീയ ശക്തികളുമായിട്ടൊക്കെ ആണ് എന്നൊക്കെ പറയുകയും, ഇവിടെ ഭരിക്കുന്നവർ അവരുടെ മക്കളെ രക്ഷിക്കാനായി കേന്ദ്രത്തിൽ പോയി നിതിൻ ഗഡ്കരിയെ വരെ കാണുന്ന ഈ സാഹചര്യത്തിൽ അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രം, അദ്ദേഹത്തിൻ്റെ മരുമകനും മാത്രം, അദ്ദേഹത്തിൻ്റെ മകൾക്കും ഭാര്യയ്ക്കും മാത്രം വേണ്ടി ആണ് ഈ ഭരണം എന്ന് ധരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയായ മുഖ്യമന്ത്രിയാണ് പാർട്ടിക്കകത്തും അല്ലാതെയും കാണുന്നത്. ഏതായാലും ഒരു ഐഷ പോറ്റിയിൽ കഴിയുന്നില്ല CPM-ന് നഷ്ടമാകാൻ പോകുന്ന നിരവധി മുഖങ്ങൾ. നാം ഇനിയും തുടർന്നും ഇത്തരത്തിൽ ഓരോ ജില്ലയിലെയും സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞതും നടക്കാൻ പോകുന്നതിനെയും സംബന്ധിച്ച് നിങ്ങളോട് സംവദിക്കണം എന്ന താല്പര്യത്തോടെ നിൽക്കുന്നു. തൽക്കാലം ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.